ചന്ദ്ര, ഇത് മുഴുവൻ 6 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ട് നല്ല ആഭരണങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ? ആ പിന്നെ മഹേഷേ, അത് ചെയ്യാലോ. സീമ മോളെ എൻ്റെ മോളെ പോലെ തന്നെയാ. നിനക്കറിയാലോ എനിക്ക് മകളൊന്നുമില്ലെന്ന്. എൻ്റെ മകൻ അനീഷാണെങ്കിലോ കല്യാണം കഴിച്ച് ഗൾഫിലുമാണ്. ഇല്ലെങ്കിൽ നിന്റെ മോളെ കൊണ്ട് വേറെ ആളെ കിട്ടിയാൽ ഞാൻ സമ്മതിക്കുമോ? ഞാൻ സീമ മോളെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരില്ലേ മരുമോളായിട്ട്? എനിക്കറിയാലോ ചന്ദ്ര, നീ എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, എൻ്റെ സഹോദരനുമാണ്. അതുകൊണ്ടല്ലേ എൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ ആഭരണങ്ങളുടെ പണിയൊക്കെ നിനക്ക് തന്നത്. 6 ലക്ഷം രൂപ തന്നോളൂ. എന്നിട്ട് നീ കണ്ണും പൂട്ടിയിരിക്കടാ. നല്ല ഒന്നാം തരം ഡിസൈനുള്ള ആഭരണങ്ങൾ തരാം. സീമ മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ കണ്ണും തള്ളിയിരിക്കും. സീമയുടെ അച്ഛൻ മഹേഷിന് കൂട്ടുകാരനായ ചന്ദ്രനെ വിശ്വാസമായിരുന്നു. മഹേഷിന്റെ മകൾ സീമയുടെ വിവാഹമായിരുന്നു. അതിനി 1 മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. മഹേഷിന് മകളുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചു ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു. അതിന് കാരണം മഹേഷിനും ഭാര്യ സുഷമയ്ക്കും 15 വർഷം കഴിഞ്ഞ് കിട്ടിയ മകളായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ ഈ പഴയ ആൽബം എടുത്തു വെച്ചിരിക്കുന്നേ? ഓ, സീമയുടെ പഴയകാല ഫോട്ടോ നോക്കുമായിരിക്കുമല്ലേ? അതെ സുഷമ, നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സീമമോളെ കുടുംബക്ഷേത്രത്തിൽ ദേവിയെ കാണിക്കാനായി കൊണ്ടുപോയത്. എൻ്റെ തോളിലിരുന്നല്ലേ അന്ന് അവൾ പോയത്. ആ, അന്ന് നല്ല മഴയല്ലായിരുന്നോ? നമ്മൾ അവളെ മഴ കൊള്ളിക്കാതെ എങ്ങനെയൊക്കെയാ കൊണ്ടുപോയത്. അന്ന് കുടുംബക്ഷേത്രത്തിൽ പോവാൻ പറ്റിയത് വലിയ അനുഗ്രഹമാണ്. എല്ലാവർക്കും നന്നായി തൊഴാനും പറ്റി ദേവിയെ. ഈ ഫോട്ടോയിൽ കാണുന്ന പിങ്ക് ഫ്രോക്കല്ലേ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവൾ ഇട്ടിരുന്നത്? ഇതല്ലേ അന്ന് ഞാൻ ചെന്നൈ പോയപ്പോൾ വാങ്ങിട്ട് വന്നേ? അതെ, 4 മാസമായിരുന്ന സീമയ്ക്കപ്പോ. നിങ്ങൾക്ക് ഫ്രോക്ക് പോയിട്ട് ഒന്നും മേടിക്കാൻ അറിയില്ലായിരുന്നു. മഹേഷിന്റെ കണ്ണ് അറിയാണ്ട് നിറഞ്ഞുപോയി. അപ്പോഴേക്കും സീമ വരും. അച്ഛന്റെ കണ്ണിലെ കണ്ണീര് കണ്ട് അവൾ പേടിച്ചുപോയി. അച്ഛാ, എന്തു പറ്റി, കരയാണോ? അത് വേറൊന്നുമല്ല, ഇപ്പൊ എന്നും നിന്റെ പഴയ ഫോട്ടോ എടുത്ത് നോക്കും. ചെറുതായിരുന്നപ്പോഴേ അത് നോക്കി ഇപ്പൊ കരച്ചില ഇടയ്ക്കിടയ്ക്ക്. എന്തു പറയാനാ മോളെ? എന്തു അമ്മ, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുക. നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നത് കരയാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് കല്യാണം ഒന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം. ഇല്ല ഇല്ല മോളെ, അങ്ങനെ ഒരു കാര്യവും ഇല്ല. അത് പഴയ കുറേ കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയതാ. എൻ്റെ ചെല്ലക്കുട്ടിയുടെ കല്യാണം ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും. എൻ്റെ പൊന്നുമോള് സന്തോഷത്തോടെ തന്നെ ഇവിടുന്ന് പോകും. അങ്ങനെ കല്യാണത്തിന്റെ ദിവസങ്ങൾ അങ്ങ് അടുക്കാറായി. സീമ അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. നിങ്ങൾ വേറെ സ്ഥലത്ത് കൊടുക്കണ്ടായിരുന്നല്ലോ. എൻ്റെ ഉറ്റ സുഹൃത്താണ് ചന്ദ്രൻ. അവന് പരിചയമുള്ള ഒരാളുടെ അടുത്ത് തന്നെയാണ് സ്വർണം പണിയാനായിട്ട് കൊടുത്തത്. അയാൾ നല്ല ശുദ്ധമായ സ്വർണ്ണാഭരണങ്ങളാണ് പണിത് കൊടുക്കുന്നത്. അത് സാരമില്ല, സ്വർണ്ണം എവിടെ നിന്നാലും കുഴപ്പമില്ല, ശുദ്ധമായ സ്വർണം കിട്ടിയാൽ മതി. മാർക്കറ്റിൽ ഒരുപാട് കള്ളസ്വർണ്ണം ഇറങ്ങുന്നുണ്ട്, മിക്സ് ചെയ്തതൊക്കെ. ഇപ്പോഴാണ് ഒടുക്കത്തെ വിലയാണ്. എന്തു തന്നെയാണെങ്കിലും മുടക്കുന്ന പൈസക്ക് നല്ല സ്വർണം കിട്ടണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ചേട്ടാ. മഹേഷും സുഷമയും മകളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിലായിരുന്നു. വീടൊക്കെ ഒരുക്കി, ഇൻവിറ്റേഷൻ കാർഡൊക്കെ സെറ്റായി, കുടുംബക്കാരൊക്കെ വന്നു. സീമയും സന്തോഷത്തിലായിരുന്നു. അവൾ അമ്മോട് അവളുടെ ആഭരണത്തിനെ കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, നിങ്ങളുടെ സുഹൃത്ത് ചന്ദ്രനോട് ചോദിച്ചിരുന്നോ ആഭരണത്തിന്റെ കാര്യം? അറിയത്തില്ല, 2 ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഞാനൊന്ന് വീട്ടിൽ പോയി നോക്കട്ടെ. മഹേഷ് ഓർത്തു ചന്ദ്രന്റെ വീട്ടിൽ പോയി ആഭരണത്തെ കുറിച്ചൊന്ന് ചോദിക്കാമെന്ന്. പക്ഷേ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. കുറെ നേരം ശബ്ദം ഉണ്ടാക്കിയെങ്കിലും ആരും തുറന്നില്ല. ചന്ദ്രൻ വെളിയിൽ എവിടെയും പോയതാന്ന് കരുതി. അടുത്ത ദിവസവും മഹേഷ് ചന്ദ്രന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. മഹേഷ് ഒന്ന് പേടിച്ചു. മഹേഷിന്റെ സുഹൃത്തുക്കളോട് ചന്ദ്രനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. പക്ഷെ അവരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ മഹേഷ് ചന്ദ്രന്റെ കൂട്ടുകാരനെ ഒന്ന് വിളിച്ചു. ഹലോ യോഗേഷ്, അത് പിന്നെ ചന്ദ്രൻ എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ലല്ലോ, കഴിഞ്ഞ 1 മാസമായി ഞാൻ സംസാരിച്ചിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മകളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണേ. ഉറപ്പായിട്ടും. പിന്നെ കല്യാണത്തിന് എന്തായാലും വരണേ. ഞാൻ വെക്കട്ടെ. മഹേഷിന്റെ മനസ്സിൽ പേടി കേറി കേറി വരികയായിരുന്നു. കാരണം ചന്ദ്രനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, കാണുന്നുമില്ല. ഇത് അവനെ നന്നായി അലട്ടുന്നുണ്ടായിരുന്നു. 6 ലക്ഷം രൂപ ചന്ദ്രന്റെ കയ്യിലായിരുന്നു. കല്യാണമണി അടുത്തും വന്നു. ആഭരണങ്ങളില്ലാതെ എങ്ങനെ സീമയുടെ കല്യാണം നടത്തുമെന്ന ചിന്തയിലായി. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഭാര്യയോട് പറഞ്ഞു. സുഷമയ്ക്കും വിഷമമായി. നിങ്ങളിത് എന്താ പറയണേ? ചന്ദ്രനെ കാണുന്നില്ലെന്നോ? 6 ലക്ഷം രൂപയില്ലേ? ദൈവമേ, ഇനി എന്തു ചെയ്യും? സുഷമേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചന്ദ്രൻ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന്. അവൻ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ഞാനൊരു സഹോദരനായിട്ട് അവനെ കണ്ടേ. എന്തു പറ്റി അമ്മ? എന്തു പറ്റി അച്ഛാ? എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? മഹേഷും സുഷമയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കല്യാണം അടുക്കാറായി. മകളോട് ഈ കാര്യം പറഞ്ഞ മകൾക്ക് വിഷമമാവോ എന്ന് ഓർത്ത് പറഞ്ഞില്ല. ഒന്നുമില്ല മോളെ, അത് വേറൊരു കാര്യമാണ്. മോൾ അങ്ങോട്ട് ചെല്ലേ.
അതെ മോളെ, ഒരു കുഴപ്പമില്ല, നീ അങ്ങ് പോ. സീമയ്ക്ക് ഇതൊക്കെ കണ്ട് കുറച്ചൊക്കെ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷെ അവളും ഒന്നും മിണ്ടാതെ അവിടുന്ന് പോയി. മഹേഷ് അവിടത്തെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോയി ചന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചു. കുടുംബക്കാരുടെ അടുത്തും ഫോൺ വിളിച്ച് ചോദിച്ചു. മഹേഷ് കരുതി എന്നാൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന്. പക്ഷേ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ മകളുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നോർത്ത് അവൻ ചെയ്തില്ല. ചന്ദ്രന്റെ ഒരു വിവരവുമില്ല. കല്യാണത്തിന് ഇനി 2 ദിവസം മാത്രം. കല്യാണം പൊടിപൊടിക്കാനായി കുടുംബക്കാരും എത്തിക്കഴിഞ്ഞു. പക്ഷെ സുഷമയുടെയും മഹേഷിന്റെ മനസ്സിൽ ആകെ പേടിയായിരുന്നു. കല്യാണ ദിവസം എത്തി. വീട്ടിൽ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിരുന്നു. സുഷമയും മഹേഷും ഒട്ടും സന്തോഷത്തിലല്ലായിരുന്നു. സീമ കല്യാണപ്പുടവയിൽ സുന്ദരിയായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിലും ആകെ ഒരു വെപ്രാളം തന്നെയായിരുന്നു. സീമയുടെ ഭർത്താവിന്റെ വീട്ടുകാരും എത്തിക്കഴിഞ്ഞു. അങ്ങനെ സ്വർണം കാണാനുള്ള സമയമായി. മഹേഷിന്റെ നെഞ്ചെടുപ്പ് കൂടി വന്നു. കുടുംബക്കാരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അതെ മഹേഷേട്ടാ, നമ്മുടെ സീമ മോളുടെ ആഭരണം കാണിക്ക്. മഹേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും മിണ്ടാതെ നിന്നു. സുഷമ മഹേഷിനെ സമാധാനിപ്പിച്ചു. അത് പിന്നെ. അപ്പൊ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആ മഹേഷേ. എല്ലാരും നോക്കുമ്പോ അവിടെ ചന്ദ്രൻ നിൽക്കുകയായിരുന്നു. തലയിൽ ഒരു കെട്ടുമുണ്ടായിരുന്നു. കൂടെ ചന്ദ്രന്റെ മകനും ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ കയ്യിൽ ഒരു വലിയ ബാഗും ഉണ്ടായിരുന്നു. മഹേഷേ, എന്റെ കൂട്ടുകാരാ, നീ എന്നോട് ക്ഷമിക്കണേ. ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടുണ്ടായല്ലേ? അങ്കിളെ ക്ഷമിക്കണം. അച്ഛന് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. കുറച്ച് സീരിയസ് ആയി കിടക്കുമായിരുന്നു. എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം അച്ഛൻ്റെ ഫോൺ പോയായിരുന്നു. അച്ഛൻ്റെ ഫോൺ ശരിയായപ്പോൾ തന്നെ അച്ഛൻ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഫ്ലൈറ്റ് എടുത്തിങ്ങ് വന്നു. എടാ മഹേഷേ, ഇന്നാ പിടി. നിന്റെ മകളുടെ ആഭരണങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടേ. മഹേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ചന്ദ്രനെ കെട്ടിപ്പിടിച്ചു. സീമ ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി. സീമയുടെ ഭർത്താവിന്റെ വീട്ടുകാരും കുറെ പ്രശംസിച്ചു. മഹേഷും സുഷമയും മകളുടെ കല്യാണം നന്നായി നടത്തി. സന്തോഷത്തോടെ സീമയെ പറഞ്ഞു വിട്ടു. മഹേഷിന്റെ മനസ്സിൽ ചന്ദ്രനെ കുറിച്ച് അങ്ങനൊരു തെറ്റിദ്ധാരണ വന്നതിൽ തെറ്റില്ല. ഏതൊരു അച്ഛനും അമ്മയ്ക്കും പെൺമക്കളുടെ കല്യാണം വരുമ്പോൾ ആകെ ഒരു വെപ്രാളമാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും എല്ലാ കാര്യങ്ങളും അതായതായ സമയത്ത് നടക്കാനും കല്യാണത്തിന് വന്ന അതിഥികളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ നന്നായി ട്രീറ്റ് ചെയ്യാനും. പക്ഷെ ചന്ദ്രനെ പോലത്തെ ഒരു സുഹൃത്ത് മഹേഷിന് കിട്ടിയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ കല്യാണമൊക്കെ നടന്നു. ചന്ദ്രന്റെ സൗഹൃദമാണ് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ വിടൂ. നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചേ അടങ്ങൂ. അത് കഴിഞ്ഞാൽ ആദ്യ രാത്രിയും. എന്നെ വിടാനല്ലേ പറഞ്ഞത്. അപ്പോൾ ശുഭം എന്ന് പേരുള്ള ഒരാൾ കാറിൽ അതുവഴി വന്നു. ഇത് കണ്ട് അയാൾ കാർ അവിടെ നിർത്തി. ഏയ്, പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക, ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യോടാ? നീ ആരെന്നാടാ നിന്റെ വിചാരം? ഇവൾ ആരാടാ നിന്റെ? നിന്റെ ആരാടാ ഇവൾ? എന്തു ചെയ്യുമെന്ന് ഇപ്പൊ കാണിച്ചു തരാടാ. ഇത്രയും പറഞ്ഞ് ശുഭം ആ കൊള്ളക്കാരെ ഇടിച്ച് നിലംപരിശാക്കുന്നു. അതിനിടയിൽ ശുഭത്തിന്റെ കൈയും ചെറുതായി മുറിയുന്നു. ആ പെൺകുട്ടി അയാളുടെ ആരാണ് എന്ന ചോദ്യം ആവർത്തിച്ചപ്പോൾ ആ ചോര കൊണ്ട് അവളുടെ നെറ്റിയിൽ അയാൾ സിന്ദൂരമണിയിച്ചു. ഇപ്പൊ മനസ്സിലായോ ഇവളുടെ ആരാണ് ഞാനെന്ന്? ഇത് കണ്ട് കൊള്ളക്കാർ അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവിടേക്ക് എത്തുന്നു. ഋതിക, ഇപ്പോൾ പട്ടണത്തിലുള്ള ഈ ആളിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനി നിങ്ങൾ തന്നെ ഇവളെ വിവാഹം കഴിക്കണം. വിവാഹമോ? പക്ഷെ ഞാനിതൊക്കെ ഇവളെ ആ ഗുണ്ടകളുടെ കൈകളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ പറയരുത് മോനെ. ഈ മോളെ ഇനി ആരും കല്യാണം കഴിക്കില്ല. ഇനി എന്തായിരുന്നാലും നീ തന്നെ ഇവളെ രക്ഷിക്കണം. ശരി ശരി, എങ്കിലും ആദ്യം എനിക്ക് എന്റെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ശുഭം അമ്മയെ ഫോൺ ചെയ്ത് വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നു. ഇതറിഞ്ഞ് ശുഭത്തിന്റെ അമ്മയും അച്ഛനും വേഗം തന്നെ ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ശുഭം ആ ഗ്രാമം ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ വിധി അയാളെ ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി വിവാഹം കഴിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു. ശുഭത്തിന്റെ അച്ഛനും അമ്മയും ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നു. അയാളുടെ വീട്ടുകാർ വളരെ മോഡേൺ ആയിരുന്നു. അവർക്ക് കാര്യങ്ങളൊക്കെയും മനസ്സിലായി. ഇവിടെ സംഭവിച്ചതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. എന്റെ മകൻ നിങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിക്കുവാനാണ് അതൊക്കെ ചെയ്തത്. ഒന്ന് കേൾക്കൂ, നിങ്ങൾ നഗരത്തിലെ വലിയ പരിഷ്കാരിയായ ആളാണ്. നിങ്ങളുടെ ചിന്തകളും അത്തരത്തിൽ വളരെ മോഡേൺ ആണ്. പക്ഷെ ഇതൊരു ഗ്രാമമാണ്. ഇവിടത്തെ ഒരു പെൺകുട്ടിയുടെ സിന്ദൂരരേഖയിൽ സിന്ദൂരം പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവളെ ആരും വിവാഹം ചെയ്യാൻ തയ്യാറാകില്ല. ഇവളുടെ ജീവിതം നശിച്ചു പോകും. അപ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ഇവന്റെ ജീവിതം നശിപ്പിച്ച് ഈ ഗ്രാമീണ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണോ? സഹോദരി, അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളുടെ മകളെ നിങ്ങൾ എടുത്തോളൂ. ഇല്ലെങ്കിൽ അപമാനം കൊണ്ട് ഞങ്ങൾ ആ മലയിൽ നിന്നും ചാടി എല്ലാവരും ആത്മഹത്യ ചെയ്യും. അമ്മ മിണ്ടാതിരിക്കൂ. അവർക്ക് ശരിയാണെന്ന് തോന്നുന്നത് അവർ ചെയ്തോട്ടെ.
ഇയാളുടെ പത്നിയായി ഞാൻ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേട്ട് റൗനക്കിന് ഋതികയോട് ദയവ് തോന്നുന്നു. അവളെ സ്വീകരിക്കുന്നതിന് തീരുമാനമെടുക്കുന്നു. അമ്മേ, ദൈവത്തിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. പക്ഷേ മോനെ, പ്ലീസ് അമ്മേ. അങ്ങനെയെങ്കിൽ എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എങ്കിൽ എല്ലാ നാട്ടുകാരും കേട്ടോളൂ. ശുഭം എന്റെ ഒരേ ഒരു മകനാണ്. ഇവന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ആഘോഷത്തോടെ കല്യാണത്തിനായി ഞങ്ങൾ വരും. മരുമകളെ കൂട്ടി ഞങ്ങൾ പോകും. ശുഭവും ഋതികയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. തികച്ചും നാട്ടിൻ പുറത്തുകാരിയായ ഋതിക വലിയ ആഡംബരത്തോടും ആഘോഷത്തോടും അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ പരിഷ്കാരിയായ അവളുടെ അമ്മായിയമ്മ അവളെ സ്വീകരിക്കുന്നു. ഭർത്താവിന്റെ വലിയ വീടും ബംഗ്ലാവും സൗകര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഋതികയ്ക്ക് വലിയ സന്തോഷമായി. വലിയ വീടാണിത്. ഇത്രയും വലിയ ബംഗ്ലാവിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്കും വന്ന് താമസിക്കാമല്ലോ. അതെ, പുറത്തു കാണുന്ന ഈ നദി ഏതാണ്? അത് നദിയല്ല, സ്വിമ്മിംഗ് പൂളാ. എന്താ, പൂളോ? വീട്ടിൽ നദിയുടെ വലിപ്പമുള്ള ഒരു കുളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ നഗരവാസികൾ വല്ലാത്ത ആൾക്കാർ തന്നെ. ഉടൻ ശുഭം റിമോട്ട് ഉപയോഗിച്ച് ഫാൻ ഓണാക്കുന്നു. അയ്യോ, ഈ വീട്ടിൽ ഭൂതമുണ്ടെന്നാ തോന്നുന്നത്. എന്ത് ഭൂതമോ? ആ അനങ്ങാതിരിക്കുന്ന ഫാൻ തനിയെ കറങ്ങുന്നത് കണ്ടില്ലേ? അത് ഞാൻ തന്നെ റിമോട്ട് ഉപയോഗിച്ച് ഓൺ ചെയ്തതാ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങുമോ? ഞങ്ങളുടെ ഗ്രാമത്തിൽ ഗ്രാമമുഖ്യന്റെ വീട്ടിൽ മാത്രമാണ് ഫാൻ ഉള്ളത്. അതിന്റെ സ്വിച്ചും അമർത്തി നീക്കിയാലേ പ്രവർത്തിക്കുകയുള്ളൂ. ഋതികയുടെ സംസാരവും അവളുടെ നിഷ്കളങ്കതയും ശുഭത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഋതിക ഒരുങ്ങി വലിയ ഷോളൊക്കെ ഇട്ട് അടുക്കളയിൽ ചെന്നു. വലിയ അടുക്കളയാണല്ലോ. പക്ഷേ ഇവിടെ അടുപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? മോളെ, ഇത് ഗ്രാമമല്ല, നഗരമാണ്, നഗരം. ഇവിടെ ഗ്യാസ് സ്റ്റൗ ആണുള്ളത്. ദാ കണ്ടോളൂ. അപ്പോൾ അവിടേക്ക് അമ്മായിയമ്മയും നാത്തൂനും വരുന്നു. ബിർജുക്കാക്ക, മകൾക്ക് ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ പഠിപ്പിക്കുകയാണോ? അമ്മായി എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇനി അമ്മ സുഖമായിരുന്ന് നല്ല ചൂട് റൊട്ടി കഴിച്ചോളൂ. അല്പനേരം കഴിഞ്ഞ് നാടൻ ഭക്ഷണവും പാചകം ചെയ്ത് ഋതിക വന്നു. മോളെ, ഈ ഭക്ഷണം ആരും തന്നെ കഴിക്കാൻ പോകുന്നില്ല. കണ്ടോളൂ ബിർജുക്കാക്ക, എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം. അവൾ ആഹാരം വിളമ്പുന്നു. ഈ ആഹാരം ആരാ കഴിക്കാൻ പോകുന്നത്? ബിർജുക്കാക്ക, എന്താ ഇത്? ഇന്നത്തെ ആഹാരം മരുമോളാണ് പാചകം ചെയ്തത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. ഹോ, ഈ നാട്ടിൻ പുറത്തുകാരി പാചകം ചെയ്താൽ ഈ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതായി വരും. അവൾ മുഖം മറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാകുകയില്ല. വൈകുന്നേരമായപ്പോൾ ഋതികയെ കാണാൻ അയൽപക്കത്തുകാർ എത്തി. മോഡേൺ അമ്മായിയമ്മയുടെ നാട്ടിൻ പുറത്തുകാരി മരുമകളുടെ വസ്ത്രധാരണമൊക്കെ കണ്ട് അവരുടെ അയൽപക്കക്കാർ കളിയാക്കി. വാവ്, നോക്ക്, മോഡേൺ അമ്മായിയമ്മയ്ക്ക് നാട്ടിൻ പുറത്തുകാരി മരുമകൾ. അവളുടെ വേഷം കണ്ടോ? അയൽപക്കക്കാർ അവളെ കളിയാക്കിയിട്ട് അവിടുന്ന് പോയി. അമ്മായിയമ്മയ്ക്ക് വലിയ ദേഷ്യം വന്നു. അവൾ ഋതികയോട് അവരുടെ മുഖത്തുകൂടി ഇടുന്ന ഷോൾ മാറ്റാൻ പറഞ്ഞു. പക്ഷേ ഋതിക മാറ്റിയില്ല. ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു ക്ലയന്റ് വരുന്നു. അയാൾക്ക് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ വലിയ താൽപ്പര്യമായിരുന്നു. ഈ കാര്യത്തിൽ റൗനക്കിന് വലിയ പേടിയായിരുന്നു. പക്ഷേ ഋതിക എല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. അവൾ ഭംഗിയായി വീടിനെ അലങ്കരിച്ചു. വലിയ രീതിയിൽ രുചികരമായ നാടൻ ഭക്ഷണം തയ്യാറാക്കുകയും മധുരപലഹാരങ്ങൾ പാചകം ചെയ്യുകയും ചെയ്തു. ഗ്രാമീണയായ ഋതികയുടെ ആതിഥ്യ മര്യാദയും പാചകവും എല്ലാം ക്ലയന്റിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ബിസിനസ് ഡീൽ ഉറപ്പിച്ച് അവർ പോവുകയും ചെയ്തു. ഇത്രയും വലിയ ഓർഡർ കിട്ടിയപ്പോൾ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും തോന്നി. എല്ലാവരുടെയും സ്നേഹം കിട്ടിയപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. Thanks for watching.